കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അമ്മ രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം നടത്തുകയാണ്. നീതി കിട്ടും വരെ സ്റ്റേഷനിൽ തുടരുമെന്നാണ് നിലപാടിലാണ് രേഷ്മയുടെ അച്ഛൻ, ഭർത്താവ്, മകൻ എന്നിവരാണ് വള്ളം മറിഞ്ഞ് കാണാതായത്. അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും മൃതദേഹങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. ഇവരുകളുമായി മനോജ് ചേരുകയാണ്. മനോജ്, എല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? നിലവിലിപ്പോൾ കോസ്റ്റൽ പോലീസിൻ്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചർച്ച ചെയ്ത് നാളെയും പരിശോധന തുടരാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയ ശേഷമാണ് രേഷ്മ ഇവിടെ നിന്നും പോയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കടലിലേക്ക് പോയ വെള്ളം മറിഞ്ഞ് ഈ രേഷ്മയുടെ അച്ഛനും ഭർത്താവും മരിച്ചത്. ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം കിട്ടി. എന്നാൽ മകനായിട്ടുള്ള ഗൗതത്തിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇതുപോലെ തന്നെ തങ്കശ്ശേരിയിലും അതോടൊപ്പം നീണ്ടകരയിലുമൊക്കെ ഈയിടെ ബോട്ടുകൾ മറിഞ്ഞിരുന്നു. ഈ ചെറിയ വള്ളങ്ങളാണ്. ഈ വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകവെയാണ് തിരമാലകളിൽപ്പെട്ട ഇത്തരത്തിൽ വെള്ളം മറിയുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കാണാതായതാണ് ഈ മകനെ കണ്ടുകിട്ടാൻ വേണ്ടി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് കുടുംബം. എന്നാൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കർശനമായി ഇതിലൊരു നടപടി ഉണ്ടാകണം, ഉടൻ തന്നെ കണ്ടെത്തേണ്ട സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇവിടേക്ക് രേഷ്മ എത്തിയത്. കളക്ടർ അടക്കം ഇവിടേക്ക് എത്തി ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യമായിരുന്നു രേഷ്മ ഉന്നയിച്ചത്. പിന്നീടാണ് കോസ്റ്റൽ ACP അടക്കം ഇവിടേക്ക് എത്തി ചർച്ച ചെയ്തതും തുടർന്ന് ആ ചർച്ചയിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇനി പരിശോധന തുടരുമെന്നതാണ്. അതായത് ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ പരിശോധന മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ആ പരിശോധനയ്ക്ക് ഒരു അയവ് വന്നു എന്നുള്ളതാണ്. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അവരുടെ സംസാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മകനെയാണ് ലഭിക്കാനുള്ളത്. ആ ഒരു ആവശ്യവും പറഞ്ഞാണ് അമ്മ ഈ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത്. മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.